ഭാരതത്തിൽ അനേകായിരം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇവയൊക്കെ സ്ഥാപിച്ചത് സാധാരണ മനുഷ്യരായിരുന്നില്ല. ഇന്ദ്രിയങ്ങൾക്കതീതമായി കാര്യങ്ങൾ ഗ്രഹിച്ചിരുന്ന മഹായോഗികളായിരുന്നു. അവർക്ക് ഇന്ദ്രിയങ്ങൾക്കപ്പുറം കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. ഒരു പ്രദേശത്ത് ചെന്ന് ആ പ്രദേശത്തിന്റെ മർമ്മസ്ഥാനം കണ്ടെത്തി അവിടെയാണ് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാറുള്ളത്. അതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിൽ പോകുന്ന ആരാധകർക്ക് അതുകൊണ്ട് ഗുണങ്ങൾ അധികം ഉണ്ടാകുന്നത്. മനുഷ്യ നന്മയ്ക്ക് വളർച്ചയ്ക്ക് ക്ഷേത്രങ്ങൾ ആവശ്യമാണെന്ന് നമ്മുടെ യോഗികൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്. അതിൽ ഇന്നത്തെ ഇന്ത്യ അല്ല, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബർമ്മ ഉൾപ്പെട്ട പ്രദേശമായിരുന്നു ഇന്ത്യ, അതായത് ഭാരതം. ഇവിടങ്ങളിലെല്ലാം ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അവയിൽ ഇന്ത്യയിൽ പോലും ക്ഷേത്രങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഇവിടുത്തെ ജനത്തിന് വേണ്ടത്ര സാധിച്ചില്ല. ബാക്കി മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയിടത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു. ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ പോലും പകുതി പോലും സംരക്ഷിക്കാൻ ഇവിടുത്തെ ജനത്തിന് കഴിഞ്ഞില്ല. കാരണം ഇവിടേക്ക് കടന്നു വന്ന ബുദ്ധമതവും ജൈനമതവും മനുഷ്യന്റെ വീര്യം കെടുതി കളഞ്ഞു. അവന്റെ മുതൽ സംരക്ഷിക്കാനുള്ള വീര്യമില്ലായിരുന്നു. അതാണ് പറ്റിയത്. ഈ രണ്ട് മതങ്ങളുടെ കടന്നുകയറ്റം മാത്രമാണ് ഇത്രയേറെ നാശം ഭാരതത്തിനുണ്ടായത്. സംസ്കാരം തന്നെ ഒത്തിരി നശിപ്പിക്കപ്പെട്ടു. നമ്മുടെ സംസ്കാരം അത്യുന്നതമായിരുന്നു. അന്ന് ലോകത്തിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല ഇത്രയും ഉയർന്ന ഒരു ജനത. അത്ര ഉയർന്ന ഒരു ജനതയാണ് രണ്ട് മതങ്ങൾ നശിപ്പിച്ചു കളഞ്ഞത്. ആ മതങ്ങൾ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. ജപ്പാനിലും ചൈനയിലും ഉൾപ്പെട്ട രാജ്യങ്ങളിൽ അവർ ഈ ഇന്ത്യയുടെ തകർച്ച കണ്ട് അവരതിൽ താളം മാറ്റി അതിൻ്റെ പല അംശങ്ങളും വിട്ടുകളഞ്ഞു. അവർ രൂക്ഷത അവരുടെ സ്വഭാവത്തിൽ വന്നു ചേർന്നു. ആരെയും കടന്നു കയറാൻ അവർ അനുവദിക്കുകയില്ല. അവർക്കും കുറേ തെറ്റ് പറ്റിയിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ. അവരത് അറിഞ്ഞു, പെട്ടെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തിരുത്തി. ഇന്ത്യക്കാരൻ ഇന്നും തിരുത്താൻ പറ്റാത്ത ഒരു മനോഭാവമാണ്. തന്നെക്കുറിച്ച് തന്നെ ഒരു കരുതൽ വേണ്ടത്ര ഇല്ല. ആ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ആ അംശം കടന്നുകൂടിക്കൊണ്ടാണ് അതങ്ങ് മറന്നു കളയണം. അപ്പം അവനവൻ്റെ സമ്പത്ത് സംരക്ഷിക്കാനുള്ള ശക്തി വന്നു ചേരും. അതില്ലെങ്കിൽ ഒന്നും തനിയെ സൂക്ഷിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് മാറും. തൻ്റെ ഇടത്തോടെ മുന്നേറാൻ ഏത് കാര്യവും കൈകാര്യം ചെയ്യാനുള്ള ശേഷി സമ്പാദിക്കണം. ആ ശേഷി ഇല്ലാത്തവന് ഇഹലോകമോ പരലോകമോ ഇല്ല എന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. ഈ ലോകത്തും സുഖമില്ല, പരലോകത്തും സുഖം കിട്ടുകയില്ല. അവനവനെ വിധിക്കപ്പെട്ടത് നമ്മുടെ യോഗികൾ, അവർ തന്നു നമുക്ക് സംരക്ഷിക്കാൻ പറ്റുകയെങ്കിൽ നമ്മൾ എത്തരക്കാരായിരിക്കണം. നമ്മൾക്ക് സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ സൃഷ്ടിച്ചു തന്നത്. നമ്മളുടെ കയ്യിൽ നിന്ന് ഒത്തിരി കൈവിട്ടുപോയി കാര്യങ്ങൾ. ഇനി മേലിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാനെങ്കിലും ഒരു കരുതൽ വേണ്ടതാണ്. പക്ഷേ അതുപോലും ഇന്നും ഇല്ലെന്ന് കഴിഞ്ഞ ഇലക്ഷൻ മനസ്സിലാകുന്നു. ചിന്തിക്കുന്നവർക്ക് മനസ്സിലായി. അവനവനെ സംരക്ഷിക്കാനുള്ള ശേഷി ഇന്നുമില്ല. അതിനുള്ള ബുദ്ധി തെളിച്ചമില്ല. വെറും മൂഢന്മാരായി കഴിയുന്നു. മൂഢന്മാർക്ക് ഈ ലോകത്തിലോ പരലോകത്തിലോ സൗഖ്യം ലഭിക്കുകയില്ല. വേദശാസ്ത്രമാണ് പറയുന്നത്. ഇത് വായിക്കാൻ കിട്ടും, മലയാള തർജ്ജമയുണ്ട്. ഇതൊന്നറിയണം. വീര്യം, ചോർന്നുപോയ വീര്യം വീണ്ടെടുക്കാൻ ഉണ്ടായിരുന്നത് ആ നേരത്തെ നമ്മുടെ രക്തത്തിലുണ്ട്. അത് ചോർന്നുപോയി കുറേ തലമുറകളായിട്ട്. അത് വീണ്ടെടുക്കാൻ ഇന്നു മുതൽ ശ്രമിക്കേണ്ടതാണ്.
എങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ലാതെ വരിക. ഇല്ലാത്ത പക്ഷം ശങ്കരാചാര്യർ അതിനു വേണ്ടി 1800 കൊല്ലം മുമ്പ് അതിൻ്റെ അടുത്തണ ഭാഗിയിട്ടാണ് പോയത്. അദ്ദേഹം അതിനുവേണ്ടി ഈശ്വരൻ്റെ അവതാരമായിട്ട് കേരളത്തിൽ വന്ന് ജനിച്ചതാണ്. അദ്ദേഹം വഴി കാട്ടിത്തന്നു. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ ഇന്നുമുണ്ട്. കാരണം അത് മറക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ആ പുനഃസ്ഥാപിക്കപ്പെട്ട ആ ഒരു ഊർജം, അതാണ് ശരിയായ ഹിന്ദു മതം. ഭാരതീയതയാണ് ഞാൻ ഉദ്ദേശിച്ചത്, മതം എന്നല്ല, ഭാരതീയത. അത് ശങ്കരാചാര്യർ പുനഃസ്ഥാപിച്ചെങ്കിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ചുമതല ഇനിയും വരാനിരിക്കുന്ന ഇവിടുത്തെ ജനതയാണ്. രാജ്യത്തോട് കൂറുള്ള ഒരു ജനത ഇവിടെ ഉണ്ട്. അത് ശരിക്കും പ്രയോജനപ്പെടുത്തേണ്ട ചുമതല ഓരോ വ്യക്തിക്കുമുണ്ട്. അതറിഞ്ഞു പ്രവർത്തിക്കണം. ഏത് കാര്യത്തിലും എപ്പോഴും ഊണിലും ഉറക്കത്തിലും ഈ ചിന്ത, ഈ ഒരു ധാരണ വെച്ച് പുലർത്തുക തന്നെ വേണം.